ഈ ലോകത്ത് താൻ ആരാണെന്ന ചോദ്യത്തിന് ഭൂമുഖത്ത് മനുഷ്യൻ ഉണ്ടായ കാലത്തോളം പഴക്കമുണ്ട്. ഈ ലോകത്ത് താൻ എന്തിനു വന്നു, എന്തിന് ജീവിക്കുന്നു, തൻ്റെ നിലനിൽപ്പ് കൊണ്ട് എന്താണ് കാര്യം എന്നതൊക്കെ അതിൻ്റെ ഉപചോദ്യങ്ങളാണ്. അതിന് ഉത്തരം കണ്ടെത്താൻ പലതരത്തിൽ മനുഷ്യൻ ശ്രമിച്ചിട്ടുണ്ട്. കല, മതം, ആത്മീയത, തത്വശാസ്ത്രം തുടങ്ങി പല വഴികളിലൂടെ മനുഷ്യൻ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിപ്പോയിട്ടുണ്ട്. തത്വശാസ്ത്രത്തിൽ ഈ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ആധുനിക ശാഖയാണ് അസ്തിത്വവാദം. അസ്തിത്വ ചോദ്യങ്ങളെ പ്രമേയമാക്കി സിനിമ ചെയ്യുന്ന അപൂർവ സംവിധായകരിൽ ഒരാളാണ് ഇംതിയാസ് അലി. രണ്ടാം ലോക മഹായുദ്ധാനന്തരമാണ് അസ്തിത്വവാദം അഥവാ എക്സിസ്റ്റൻഷ്യലിസം എന്ന ഫിലോസഫിക്കൽ മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത്. സ്വന്തം നിലനിൽപ്പിന് അല്ലെങ്കിൽ സ്വത്വത്തിന് പ്രാധാന്യം കൊടുക്കുകയും അതുവഴി ലോകത്തെ പുതിയൊരു രീതിയിൽ സമീപിക്കുകയും ചെയ്യുന്ന കാഴ്ചപ്പാടാണ് അസ്തിത്വവാദം. സോറൻ കീർക്കെഗാഡ് എന്ന ചിന്തകനാണ് അസ്തിത്വവാദത്തിൻ്റെ തുടക്കക്കാരൻ. പിന്നീട് നീഷെ, സാർത്ര, ഹൈഡഗർ, ആൽബർട്ട് കാമ്യു തുടങ്ങി നിരവധി പേർ ഈ ചിന്തയെ പല രീതിയിൽ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഫ്രീഡം ആൻഡ് ചോയ്സ് അഥവാ സ്വാതന്ത്ര്യവും തിരഞ്ഞെടുപ്പുമാണ് അസ്തിത്വവാദം അഡ്രസ് ചെയ്യുന്ന ചിന്തകന്മാർ മുന്നോട്ട് വെക്കുന്ന പ്രധാന കാര്യങ്ങൾ. ഇംതിയാസ് അലി സിനിമകളും ഈ രണ്ട് കാര്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് കഥ പറയാറുള്ളത്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഏകദേശം എല്ലാ പ്രധാന കഥാപാത്രങ്ങളും വീട് വിട്ട് ഇറങ്ങുന്നവരാണ്. സ്വാതന്ത്ര്യത്തോടെ താൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനുള്ള തിരഞ്ഞെടുപ്പുകളാണ് ഓരോ കഥാപാത്രങ്ങളും നടത്തുന്നത്. തമാശയിലെ വേദ്, റോക്ക് സ്റ്റാറിലെ ജോർദാൻ, ഹൈവേയിലെ വീർ, ജബിവിമെറ്റിലെ ആദിത്യ തുടങ്ങി ഇംതിയാസ് അലിയുടെ കഥാപാത്രങ്ങൾ എല്ലാവരും വീട് വിട്ടിറങ്ങുന്നവരും അവരവരുടെ ലോകം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരുമാണ്. ഇംതിയാസ് അലി സിനിമകളിൽ അസ്തിത്വവാദ ചിഹ്നമായി ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യം കണ്ണാടിയിൽ കാണുന്ന കഥാപാത്രങ്ങളുടെ പ്രതിബിംബമാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായ ജബിവിമെറ്റ് തുടങ്ങുന്നത് പോലും പ്രധാന കഥാപാത്രം കണ്ണാടിയിൽ നോക്കി നിൽക്കുന്ന സീനിൽ നിന്നാണ്. താൻ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് ആ കഥാപാത്രം നോക്കുന്നത്. ഇതാണോ ശരിക്കും താൻ ആഗ്രഹിച്ചത്? ഇതാണോ ശരിക്കും തനിക്ക് വേണ്ടത്? തുടങ്ങിയ ആഴമുള്ള ചോദ്യങ്ങളെയാണ് ഈ സീനിലൂടെ ഇംതിയാസ് അലി വരച്ചിടുന്നത്. തൻ്റെ സ്വത്വത്തെ തന്നെയാണ് കണ്ണാടിയിലൂടെ ഓരോ കഥാപാത്രങ്ങളും നോക്കുന്നത്. അവനവനിലേക്ക് നീളുന്ന നോട്ടങ്ങളിൽ നിന്നാണ് മുറിപ്പെടുത്തുന്ന ചോദ്യങ്ങളുണ്ടാകുക. അതുതന്നെയാണ് ഇംതിയാസ് അലി പറയാൻ ശ്രമിക്കുന്നതും. അസ്തിത്വവാദ ചിന്തകന്മാർ മുന്നോട്ട് വെക്കുന്ന പ്രധാന പോയിന്റാണ് ചോയ്സ് അഥവാ തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞല്ലോ. കഥാപാത്രങ്ങളുടെ പ്രധാന തിരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുമ്പാണ് ഇംതിയാസ് അലി കണ്ണാടി എന്ന ചിഹ്നത്തെ തൻ്റെ സിനിമകളിൽ ഉപയോഗിക്കാറുള്ളത്. ജബിവിമെറ്റ് എന്ന സിനിമയിൽ കുറേ നേരം കണ്ണാടിയിൽ നോക്കി നിന്നതിന് ശേഷമാണ് ആദിത്യ എങ്ങോട്ടെന്നില്ലാതെ പുറപ്പെട്ടു പോകുന്നത്. ലവ് ആജിക്കൽ എന്ന സിനിമയിൽ കണ്ണാടിയിൽ നോക്കി നിന്നതിന് ശേഷമാണ് മീര എന്ന കഥാപാത്രം എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. കണ്ണാടിയും പ്രതിബിംബവും ചോയ്സ് അഥവാ തിരഞ്ഞെടുപ്പുകളെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങളായാണ് ഇംതിയാസ് അലി ഉപയോഗിച്ചതെങ്കിൽ സ്വാതന്ത്ര്യത്തെ വരച്ചിടാൻ യാത്രയാണ് ഉപയോഗിച്ചത്. യാത്രകളില്ലാത്ത ഇംതിയാസ് അലി സിനിമകൾ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. റോക്ക് സ്റ്റാർ, ഹൈവേ, ജബിവിമെറ്റ് തുടങ്ങി എല്ലാ സിനിമകളിലും യാത്ര മെയിൻ തീമായി തന്നെ ഇംതിയാസ് അലി അവതരിപ്പിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലേക്ക് തുറന്നിട്ട കൈകളുമായാണ് ഇംതിയാസ് അലിയുടെ എല്ലാ കഥാപാത്രങ്ങളെയും യാത്രയിൽ കാണിക്കാറുള്ളത്. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന മനസ്സുകളെ ഇതിനേക്കാൾ നന്നായി വരച്ചിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്വാതന്ത്ര്യത്തെ കുറിക്കാൻ ഇംതിയാസ് അലി തൻ്റെ സിനിമയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യം കഴുത്തിൽ കെട്ടുന്ന ടൈ കഥാപാത്രങ്ങളെ കൊണ്ട് ഊരിയെറിയിക്കുക എന്നതാണ്. അടിമത്വത്തെ പ്രതീകാത്മകമായി സൂചിപ്പിക്കാനാണ് ഇംതിയാസ് അലി തൻ്റെ ചിത്രങ്ങളിൽ ടൈ ഉപയോഗിക്കാറുള്ളത്. അത് ഊരിയെറിയുന്നതിലൂടെ സ്വാതന്ത്ര്യത്തെയും കുറിക്കുന്നു. തമാശ, ജബിവിമെറ്റ്, ജബ് ഹാരിമെറ്റ്, സേജൽ തുടങ്ങി എല്ലാ സിനിമകളിലും ടൈ എന്നതിനെ ഇത്തരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം. ജബിവിമെറ്റിൽ ആദിത്യ എന്ന പ്രധാന കഥാപാത്രം ടൈ ഊരിയെറിഞ്ഞാണ് തൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കുന്നത്. ഇങ്ങനെ തിരഞ്ഞെടുപ്പുകളെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചാണ് ഇംതിയാസ് അലി തൻ്റെ സിനിമകളിലൂടെ സംസാരിക്കാറുള്ളത്. അതുവഴി അസ്തിത്വവാദത്തെക്കുറിച്ചും. എൻ്റെ സിനിമകളിലൂടെ ഞാൻ എന്നെ തന്നെയാണ് കണ്ടെത്താൻ ശ്രമിക്കാറുള്ളതെന്നാണ് ഇംതിയാസ് അലി ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അത് ഏറെക്കുറെ ശരിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകൾ കാണുമ്പോഴും തോന്നാറുണ്ട്.